അങ്ങനെ കുംഭമേളയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ചണ്ഡീഗഡ് വന്നിട്ടാണ് ട്രെയിൻ ഇറങ്ങിയത്. അവിടുന്ന് രാവിലെ ഒന്ന് ഫ്രഷായി റെഡി ആയതിനു ശേഷം ബസ് കയറിയിട്ട് നേരെ സെക്ടർ 43 എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് സ്റ്റാൻഡിലേക്ക്. അവിടെ കുറേ ബസ് നിരന്നിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള ബസ് എത്തിയിട്ടില്ലായിരുന്നു. അതേ ആ തൊപ്പിയച്ച മാമനെ കണ്ട മൂപ്പരാണ് ഇവിടുത്തെ കണ്ടക്ടർ. മൂപ്പര ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുത്തിട്ട് സെറ്റ് ആവണം, അല്ലാന്നുണ്ടെങ്കിൽ ബസ് കയറിയ ശേഷം സീറ്റ് കിട്ടില്ല. അപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഉള്ളിൽ കയറുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്കുള്ള ബസ്സും വന്ന ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ വണ്ടി കയറുന്നത് മണാലി ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. നല്ല ഓർഡിനറി ബസ്, അഡ്വഞ്ചർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. മണാലി പോകുന്നതിനിടയ്ക്ക് ബുന്ദർ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങേണ്ടത്. അതേ ആ കാണുന്ന കൊച്ചില്ലേ പഞ്ചാബി കുട്ടിയാട്ടാ. പഞ്ചാബി കുട്ടിനൊക്കെ ഇവർ ഇങ്ങനെ റോട്ടിലൊക്കെ ഇട്ട് വളർത്തും. നല്ല രസമാണ്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ശേഷം വെറുതെ ഒരു ഫ്രണ്ട്സ് ധാബ എന്ന് പറഞ്ഞിട്ടുള്ള ധാബയിൽ സൈഡാക്കിയിട്ടാണ് ഉച്ചയിലെ ഫുഡ് കഴിക്കാൻ. നേരെ 5 മണി കഴിക്കണം. അപ്പോഴാണ് ഒരു ചോറ് കഴിക്കാൻ. ചോറും വേണ്ട കഞ്ഞിയും വേണ്ട, ഓരോ ചായ കുടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ 2 ചായ പറഞ്ഞു. ചായ എത്തി. അപ്പോൾ കടിയില്ല, പുല്ല് വീട്ടില്. അപ്പോൾ അങ്ങനെ കടിയില്ലാതെ ചായ മാത്രം കുടിച്ചു കൊടുക്കുമ്പോഴാണ് ഓണത്തിനിടയ്ക്ക് മുട്ടച്ചോടം എന്ന് പറഞ്ഞാൽ എനിക്കത് മച്ചാൻ അവിടെ കടലയും പരിപ്പും ഈ വക സാധനങ്ങളൊക്കെ വെക്കും. അപ്പം എന്നാൽ പിന്നെ ചായക്ക് കടി കടല തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി പച്ചക്കടല കുറച്ച് മസാല ഒക്കെ ഇട്ട് കുലുക്കിയിട്ട് മച്ച നല്ല കിടില സാധനമാക്കി തന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ ഇങ്ങനെ ഒരു മസാലയും പരിപാടി കിട്ടാറില്ല. അങ്ങനെ ചായക്ക് കടിയും കൂട്ടിയിട്ട് ഞങ്ങളിത് പിന്നെ പോയിട്ട് ഇനി ഒരു 3-4 മണിക്കൂർ റണ്ണിങ് ഉണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് ചായയും കടലേൻ്റെയും പുറത്ത് ഞങ്ങളത് ബസ്സിൽ ഇരുന്നിട്ട് ഇനി രാത്രി അവിടെ എത്തുള്ളൂ. അതേ പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അതേ ഒരു കുറേ ഗുഹകളും പരിപാടികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. കുറേ ആൾക്കാർ കുക്കിങ്ങിലേക്ക് കൂട്ടുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ശേഷത്തെ കാഴ്ചകളൊക്കെ പകലിൽ കാണാൻ പറ്റുന്നിടത്തോളം കണ്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാനില്ല. അങ്ങനെ ബസ്സിൽ ഇങ്ങനെ ചടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ വണ്ടി എവിടെയോ പോയി സൈഡാക്കിയിട്ട് നല്ല ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി. അതേ നമ്മളെ പഞ്ചാബിലെ KSRTC നമ്മളെ വന്ന വണ്ടി കേട്ടോ. ഇത് ഈ ഹോട്ടലാണ് നിർത്തിയത്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാനും അച്ഛനും കൂടെ തീ കൊള്ളാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടെ ഒരു കൂട്ടം ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. ഫുഡിനേക്കാൾ ആവശ്യം ഇപ്പോൾ കുറച്ച് ചൂടാണ്, കാരണം നല്ല തണുപ്പാട്ടാവും. ഏകദേശം മൈനസിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നിട്ട് അവരോട് ഞാനെന്തോ പറയുന്നു, അവർ വേറെന്തോ കേൾക്കുന്നു, അവരെന്തോ പറയുന്നു, ഞാൻ വേറെന്തോ കേൾക്കുന്നു. ഇങ്ങനെ കുറേ നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നേരെ രാത്രി ബുന്ദർ എത്തി പിറ്റേ ദിവസം കസോളിലേക്ക് വന്നു. അപ്പോൾ ആ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ ബൈ.